ഹലോ. പല വർക്കിംഗ് വുമണും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മെറ്റർണിറ്റി ടൈമിൽ ഞാൻ ടേക്കപ്പ് ചെയ്ത കുറച്ച് റിമോട്ട് ജോബ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാനുള്ളത്. എൻ്റെ മെറ്റർണിറ്റി ബ്രേക്കിൽ ഞാൻ ഒരു ഓൺലൈൻ ജോബായിട്ട് ടേക്കപ്പ് ചെയ്തത് ഓൺലൈൻ ടീച്ചിങ് ആയിരുന്നു. അതിനൊരു കാരണമുണ്ട്, എനിക്ക് കുറച്ച് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആ സ്റ്റോറി നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഓൺലൈൻ ടീച്ചിങ് കരിയർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അറൌണ്ട് 2017 തൊട്ട് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അൻ അക്കാഡമിന്നാണ്. അവിടെ ഒരു ഇന്റേൺ ആയിട്ടാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഓൺലൈൻ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മെയിൻ കരിയർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. എന്നാൽ പോലും ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സ്ക്രാച്ചിൽ നിന്നും ഒരു ഓൺലൈൻ ട്യൂട്ടർ ആവാൻ പറ്റുക എന്നുള്ളത് ഞാനൊന്ന് പറയാം. അതായത് നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ബട്ട് യു ആർ ക്വാളിഫൈഡ്, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലോ അല്ലെങ്കിൽ യു ഹോൾഡ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓൺലൈൻ ടീച്ചിങ് കരിയറിലോട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ എടെക്സ് അവർ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. ആൻഡ് മെനി ഓഫ് ദ എടെക്സ് എന്താണ്, അവർ ഒരു സബ്ജക്ട് സ്പെസിഫിക് നോളേജ് ഒന്നും അവർ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത പ്ലാറ്റ്ഫോംസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ വർക്ക് ചെയ്ത അൻ അക്കാഡമി ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ബ്രൈറ്റ് ചാൻസ്, അതുപോലെ തന്നെ ബാംബിനോസ്, അങ്ങനെ വളരെ വളരെ നല്ല നല്ല ഫേമസ് പ്ലാറ്റ്ഫോംസുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ടീച്ച് ചെയ്ത സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc വിത്ത് PGDM ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷേ പഠിപ്പിച്ച സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്, മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പല സബ്ജക്ട്സും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എക്കണോമിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും ക്ലാസ് എടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പം 4 വയസ്സുള്ള ഒരു കുട്ടിയെ തൊട്ട് ഞാൻ അതിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വരെ സോഫ്റ്റ് സ്കിൽസിൻ്റെ മറ്റും ക്ലാസ്സസ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രീലാൻസിങ് കരിയറായിട്ട് എടുക്കുമ്പോൾ നമ്മൾ തപ്പിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെബ്സൈറ്റ്സ് വേണം ചെക്ക് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നൗക്കരീനെയും മോൺസ്റ്ററിനെയൊക്കെ കാളും ഒരു വളരെ ട്രസ്റ്റ് വർത്തി പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിയിട്ടുള്ളത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ പലപ്പോഴും നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസും തരുന്നുണ്ട്. അതുകൂടാതെ ഫീവറിലും മറ്റു പല ഫ്രീലാൻസ് വെബ്സൈറ്റ്സിലും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ജോബ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രോപ്പർ ഇന്റർവ്യൂ പ്രോസസ്സും അതുപോലെ തന്നെ പ്രോപ്പർ സ്ക്രീനിങ് പ്രോസസ്സിലൂടെയും പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം സ്കാംസ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ഏരിയയിലാണ്. അതായത് സ്കാംസ് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് വളരെ നല്ലൊരു നല്ലൊരു പേ പാക്കേജും ഒക്കെ ഓഫർ ചെയ്യും. ആൻഡ് പിന്നീട് അവർ ഈ ഒരു ഇന്റർവ്യൂവോ അങ്ങനെയൊന്നും അവർ എടുക്കില്ല. അപ്പം അവിടെയാണ് നമുക്ക് പലപ്പോഴും നമുക്ക് ചതി പറ്റുക. അപ്പം നമ്മൾ ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ തന്നെ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതിനൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ യു സ്റ്റെപ്പ് ബാക്ക്. നിങ്ങൾ എന്തായാലും അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ നോക്കാം പോട്ടെ നമുക്ക് നല്ല പാക്കേജ് കിട്ടുമല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് പോയി ചെന്ന് ചാടി കൊടുക്കരുത്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അക്കാഡമി ആണെന്ന് പറഞ്ഞല്ലോ. അവിടെ ഞാൻ UPSC കുട്ടികൾക്ക് എക്കണോമിക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ IBPSന്റെ കുട്ടികൾക്ക് വേണ്ടി ബാങ്കിങ് അതുപോലെ തന്നെ ഉള്ള സബ്ജക്ട്സിന്റെ ക്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഞാനൊരു ഇന്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എടെക്സ് ഒക്കെ ജസ്റ്റ് ഡെവലപ്പ് ആവുന്ന ടൈമാണ്. അങ്ങനെ വീഡിയോ ക്ലാസ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കൂടുതലായിട്ടും എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി ഒരു പവർ പോയിന്റ് പോലെ ഉണ്ടാക്കി അതിന് വോയിസ് ഓവർ വെച്ച് കൊടുത്ത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നീട് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ബ്രൈറ്റ് ചാൻസിനും ബാംബിനോസിലും ഒക്കെ വന്നപ്പം അവർ സ്പെസിഫിക് ആയിട്ട് എന്നോട് ഇന്ന സബ്ജക്റ്റ് നിങ്ങൾ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ പ്രോസസ്സിൽ മെയിനായിട്ടും അവർ ഡെമോ ക്ലാസ് ആണ് എടുക്കാൻ പറയുക. അവർ അതിന് മുമ്പ് നമുക്ക് ഡെമോ ഇന്റർവ്യൂവിന് മുമ്പേ തന്നെ ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഡെമോ ക്ലാസ്സസ് അവർ എടുക്കാൻ പറയുകയാണ് ചെയ്യാം. മിക്കവാറും അവരുടെ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യും. ദേ വിൽ ആക്ട് ആസ് എ സ്റ്റുഡന്റ് ആൻഡ് നിങ്ങളൊരു ടീച്ചറായിട്ട് ആക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഡെമോ ക്ലാസ്സസ് വരിക. ആൻഡ് നിങ്ങൾ ആ ഡെമോയിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ നന്നായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഗെറ്റ് ത്രൂ ആവാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്ന പോലെ ജനറൽ ആയിട്ടുള്ള ഒരു എടെക്സിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊരു ബേസിക് ഇപ്പോൾ BPharm ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന്റെ അനുസരിച്ചിട്ട് പല എടെക്സും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ആദ്യം നമുക്ക് ബൈജൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പം ചെഗിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ ക്ലാസ്സസ് പോലും എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ലിങ്ക്ഡിനിൽ ചെക്ക് ചെയ്യുക. ആൻഡ് ഫീവർ പോലത്തെ വെബ്സൈറ്റ്സിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവിടെ നമുക്ക് അവർ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു വർക്കിംഗ് ലാപ്ടോപ്പും ഒരു നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷനും സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷനും ആൻഡ് ഒരു നോയ്സ് ഫ്രീ എൻവയൺമെൻറ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ. അപ്പം അവർ നല്ല പാക്കേജസ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ചില പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ടിങ് ഒരു മണിക്കൂറിന് ഒരു 150 രൂപ തൊട്ടാണ് അവർ മിക്കവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ മാക്സിമം പേയ്മെന്റ് ഒരു 500 വരെയൊക്കെ പോകാറുണ്ട്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് അനുസരിച്ചിട്ട് നമ്മുടെ ലൈവ് അവേഴ്സ് ക്ലാസ് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ പേയ്മെന്റ് വരിക. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് അവർ സാലറി സ്ലിപ്പും നമുക്ക് കിട്ടാറില്ല. നമ്മളൊരു ഫ്രീലാൻസ് ബേസ്ഡ് ആയിട്ട് ഫൈനാൻഷ്യൽ ഇയർ എൻഡിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും ഈ ഒരു ഇൻകമിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഒരു ഡീസെന്റ് ഇൻകം ഒരു 25,000 തൊട്ട് ഒരു 35,000 വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഏൺ ചെയ്യാം. ആൻഡ് ഇതിൽ നിന്ന് വരുന്ന വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസെന്റീവ്സും കിട്ടും. അതായത് ഇപ്പം ഡെമോ ഒക്കെ എടുത്ത് കുട്ടികളൊക്കെ നിങ്ങളുടെ ഡെമോ കണ്ട് ഇഷ്ടപ്പെട്ട് ചേരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ഇൻസെന്റീവ് ഓൾസോ. അപ്പം അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ചിലതൊക്കെ സെയിൽസ് ബേസ്ഡ് ആണോ എന്ന്. അതെ, ചില പ്ലാറ്റ്ഫോംസ്, അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാമ്പിനോസ് ഒക്കെ ആണെങ്കിൽ അവിടെ 2 ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ടായിരുന്നു. ഡെമോ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ ഉള്ള ലൈവ് ക്ലാസ്സസും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെമോ ക്ലാസ്സിന് നമുക്ക് കുട്ടി നമ്മുടെ ക്ലാസ് കണ്ട് ഇംപ്രസ് ആയിട്ട് എൻറോൾ ആവുകയാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുമായിരുന്നു. അതല്ല ലൈവ് ക്ലാസ്സസ് ആണെങ്കിൽ നമ്മളിപ്പം ഇത്ര ക്ലാസ്സസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കുട്ടി നമ്മൾ എത്രയും റെഗുലറായിട്ട് കോഴ്സ് എൻഗേജ് ചെയ്യിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അതിനുള്ള ഇൻസെൻറ്റീവ്സും അവർ തന്നിരുന്നു കേട്ടോ. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് കമ്പനീസ്. അപ്പം ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും ഇപ്പോൾ ബി എഡ് ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒന്ന് നോക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്. ലിങ്ക്ഡിനിൽ കയറിയിട്ട് ഓൺലൈൻ ടീച്ചിങ് ജോബ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും അവൈലബിൾ ആണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി കെയർഫുൾ, നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ എവിടെയും ഒരു ചതിക്കുഴിയിലൊന്നും പെടാതിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഓഫർ വന്നാൽ തന്നെയും അവരുടെ റിക്രൂട്ട്മെന്റ് ലെറ്ററിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് മാത്രമാണ് നമ്മൾ സൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കാര്യത്തിലും മോസ്റ്റ് ഓഫ് ദ പ്ലാറ്റ്ഫോംസ് അവർ ജെന്യൂൻ ആണെങ്കിൽ അവരൊരു പേയ്മെന്റ് ഡേറ്റ്, അതായത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാലറി തരും എന്നൊക്കെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും യു ക്യാൻ റേസ് യുവർ ക്വസ്റ്റ്യൻസ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു സക്സസ്ഫുൾ ഓൺലൈൻ ടീച്ചിങ് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഓൺലൈൻ ടീച്ചിങ് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയാണ്. അതിലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസസും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഐ വിൽ ലെറ്റ് യു നോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.